സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ മനസ്സിലാക്കുമ്പോഴാണ് ഈ കാലഘട്ടത്തിൽ ഒരു ഖിലാഫത്ത് മുസ്ലിം സമുദായത്തിനുണ്ടാകുമായിരുന്നെങ്കിൽ, കേരളത്തിൽ അങ്ങനെ ഒരു ഖിലാഫത്ത് നമുക്ക് അവകാശപ്പെടാൻ സാധിക്കുമായിരുന്നെങ്കിൽ, അക്ഷരം തെറ്റാതെ വിളിക്കാൻ കഴിയുന്ന ഖിലാഫത്തിന്റെ പേരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. അതേ അർത്ഥത്തിൽ നോക്കിയാൽ അങ്ങനെ ഒരു ഖിലാഫത്തിന്റെ പരിച്ഛേദത്തിൽ വെച്ചുകൊണ്ട് ഒരു ഖലീഫയെ നമുക്ക് എടുത്തുയർത്തി കാണിക്കാൻ കഴിയുമെങ്കിൽ, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും ഖുലഫാഉർ റാഷിദീങ്ങളിലെയും തുടർന്ന് വന്ന മഹാത്മാക്കളിലൂടെ കടന്നു വന്ന സുന്നത്ത് ജമാഅത്തിന്റെ ഒരിക്കലും പതറാത്ത ചിതറാത്ത പാഥേയത്തിന്റെ പിന്മുറക്കാരനായ ഒരു ഖലീഫയെ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ, വർത്തമാനകാലത്തിന്റെ ഖായിദുൽ ഖൗമും ഖായിദെ മില്ലത്തും എന്നൊരു മനുഷ്യനെ കുറിച്ച് നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ, ആ മനുഷ്യന്റെ ഒറ്റ പേരാണ് സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. അവരിലൂടെ നമ്മൾ ഈ നേതൃത്വത്തെ അംഗീകരിച്ചുകൊണ്ട് തലമുറകളിലേക്ക് ഈ കൈമാറ്റം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, ഇതിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാരുടെ ദുആ ഉണ്ടായിട്ടുള്ളത്. ഇതിന്റെ കൂടെയാണ് ബഹുമാനപ്പെട്ട അത്തിപ്പറ്റ ഉസ്താദിന്റെ ദുആ ഉണ്ടായിട്ടുള്ളത്. സമസ്തക്കൊപ്പം നിന്ന് ഇതിന് ശക്തി സംഭരിക്കുന്നതിന് വേണ്ടി കൂടെ നിന്ന ആളുകൾക്ക് വേണ്ടി മാത്രമാണ് മഹത്തുക്കളായ ആരിഫീങ്ങളുടെ ഔലിയാഇന്റെ പ്രാർത്ഥനകൾ ഉണ്ടായിട്ടുള്ളത്, അവരുടെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടായിട്ടുള്ളത്. അത് ഇനിയും തുടർന്നു പോകുന്ന കാലം നമ്മൾ ഇതിന്റെ കൂടെ നിന്നുകൊണ്ട് ഗ്രാസ് റൂട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ട് സുന്നത്ത് ജമാഅത്തിന്റെ പ്രസരണത്തിന് വേണ്ടി പണിയെടുക്കുമ്പോൾ ഒരുപാട് പ്രതിസന്ധികളിലൂടെ നമുക്ക് കടന്നു പോകേണ്ടി വരും. കാരണം ഇവിടെ ശുഹൈബുൽ വഹീദ് ഉസ്താദ് അടക്കമുള്ളവർ പറഞ്ഞു വെച്ചത് ഏറ്റവും പ്രതിസന്ധി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനേക്കാൾ പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും എക്കാലത്തും ബിദ്അത്തിനെ പ്രതിരോധിക്കാനും ബിദ്അകളെ പ്രതിരോധിക്കാനും സുന്നത്ത് ജമാഅത്തിനെ പ്രസരിപ്പിക്കാനുമാണ് സമസ്ത മുൻപോട്ട് പോയിട്ടുള്ളതെങ്കിൽ ഇൻഷാ അല്ലാഹ് ഇനിയും അത് അനവരതം തുടർന്നുകൊണ്ടേയിരിക്കും. സമസ്തക്കൊപ്പം നിന്നുകൊണ്ട് അതിന് ശക്തി പകരാൻ നമ്മുടെ ഉലമാ കൂട്ടായ്മക്ക് അല്ലാഹു തആല എല്ലാവിധ തൗഫീഖും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ എന്ന് ദുആ ചെയ്ത് അവസാനിപ്പിക്കുമ്പോൾ, കഴിഞ്ഞയാഴ്ചയാണ് കോടഞ്ചേരി എന്ന് പറയുന്ന പ്രദേശത്ത് കോഴിക്കോട് ജില്ലയിലെ മുറമ്പാത്തി മഹല്ലിലെ വീട്ടിൽ ഹുസൈൻ ക എന്ന് പറയുന്ന ഒരു സഹോദരൻ മരണപ്പെട്ടത്. അതുകൂടെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എന്തുകൊണ്ട് സമസ്തക്കൊപ്പം നിൽക്കണം? സമസ്തക്കൊപ്പം നിന്ന് പ്രവർത്തിച്ചാൽ ദുനിയാവിൽ വെച്ച് അതിന്റെ പളപളപ്പുകളൊന്നും ആസ്വദിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും, ഒരുപാട് പരീക്ഷണങ്ങൾക്ക് വിധേയരാകേണ്ടി വന്നാലും, അന്നം തടയുന്ന തലത്തിലേക്ക് വരെ കാര്യങ്ങളൊക്കെ പോയാലും, ഒരുപാട് പ്രയാസങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ശരി, അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് നമുക്ക് കിട്ടാൻ പോകുന്ന അനുഗ്രഹാശിസ്സുകളുടെ അവസാനത്തെ ഏടുകളിലേക്ക് എണ്ണിപ്പറയാൻ കഴിയുന്ന ആ ബഹുമാനപ്പെട്ട ഹുസൈൻ കയെ ഞാൻ നിങ്ങളുടെ മുൻപിലേക്ക് എടുത്തു വെക്കുകയാണ്. കഴിഞ്ഞയാഴ്ചയാണ് കോടഞ്ചേരിയിലെ മുറമ്പാത്തി മഹല്ലിൽ നിന്ന് അദ്ദേഹം മരണപ്പെട്ടു പോയത്. ക്രിസ്തീയ സഹോദരങ്ങൾ കുഞ്ഞുകൂടി കിടക്കുന്ന ഒരു പ്രദേശം, അവരൊക്കെ ഹുസൈൻ കയെ കാണാൻ വന്ന രംഗം, അവിടെ നിന്ന് സാക്ഷ്യം അത് കണ്ടനുഭവിച്ച ആളുകൾ നമ്മളോട് പങ്കുവച്ചത് നിങ്ങളുടെ മുൻപിൽ പകർത്തുകയാണ്. അവരൊക്കെ പറഞ്ഞത്, ക്രിസ്തീയ സഹോദരങ്ങൾ ഹുസൈൻ കയുടെ മയ്യത്ത് കണ്ട് തിരിച്ചു വരുമ്പോ പറയുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഹുസൈൻ ക ഇങ്ങനെ ചിരിച്ചു കിടക്കുന്നത്? ഹുസൈൻ കാക്ക് എങ്ങനെയാണ് ഇങ്ങനെ മരിച്ചു കിടക്കുന്ന നേരത്തെ ചിരിച്ചു കിടക്കാൻ സാധിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ആ ചോദ്യം ആ പ്രദേശത്തെ സമസ്തയുടെ നേതാക്കളുമായി പങ്കുവെക്കുമ്പോ അവരൊക്കെ പറഞ്ഞ മറുപടി, പ്രതിസന്ധി നിറഞ്ഞ സമയത്ത് ഒന്നും നോക്കാതെ ഒറ്റപ്പട്ടാളമായി അള്ളാഹുവിന്റെ ദീനിന്റെ പരിച്ഛേദമായി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്ക് കൂട്ടുനിന്നപ്പോ, അതിനെതിരെ വരുന്ന സകല കൂരമ്പുകളെയും പ്രതിരോധിക്കുന്ന പടച്ചട്ടയായി കവചമായി നിന്നപ്പോ, അവസാനം ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും ഉലമാക്കളും സാദാത്യങ്ങളും ഒക്കെ തങ്ങൾ ജീവിച്ച വഴി വെളിച്ചമുള്ളതായിരുന്നുവെന്ന് കലിമത്തു തൗഹീദ് ഉച്ചരിച്ച് പുഞ്ചിരിക്കുന്ന പൂമുഖവുമായി മരണപ്പെട്ടു പോയതുപോലെ ഇതാ ഹുസൈൻ ആ രൂപത്തിൽ മരണപ്പെട്ടു പോയിരിക്കുന്നു എന്ന് പറയുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മൾ ജീവിക്കുന്ന വഴി, നമ്മൾ അംഗീകരിക്കുന്ന നേതൃത്വം സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, അതിന്റെ കൂടെ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് സാധ്യമാകണം. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ബഹുമാനപ്പെട്ട ഖായിദുൽ ഖൗം സയ്യിദ് അബ്ദുറഹ്മാൻ ബാഫഖി തങ്ങൾ നിന്നത് ഇതിന്റെ കൂടെയാണ്. ബഹുമാനപ്പെട്ട പാണക്കാട്ടെ വലിയ തങ്ങളായിരുന്ന PMS പൂക്കോയ തങ്ങൾ നിന്നത് ഇതിന്റെ കൂടെയാണ്. ബഹുമാനപ്പെട്ട പൂക്കോയ തങ്ങൾക്ക് ശേഷം പാണക്കാട്ടെ വലിയ തങ്ങളായിരുന്ന സയ്യിദ് മുഹമ്മദ് അലി ശിഹാബ് തങ്ങൾ നിന്നത് ഈ പ്രസ്ഥാനത്തിന്റെ കൂടെയാണ്. അദ്ദേഹത്തിന്റെ ജീവിതകാലത്തു തന്നെ പാണക്കാട്ടെ ആഭ്യന്തര മന്ത്രി എന്നറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ അലി ശിഹാബ് തങ്ങൾ നിന്നത് ഈ പാരമ്പര്യത്തിന്റെ കൂടെയാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് ഹൈദർ അലി ശിഹാബ് തങ്ങൾ സയ്യിദുൽ ഉമ്മ അവസാനമായി ഇവിടെ പറഞ്ഞു പോകുന്നതിന്റെ തൊട്ടുമുമ്പ് നടന്ന മഹാസമ്മേളനത്തിൽ വെച്ച് പറഞ്ഞതും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയെ ശക്തിപ്പെടുത്താനാണ്. നമ്മളിതാ അത് അക്ഷരം പ്രതി അനുവർത്തിച്ചിരിക്കുന്നു. ബഹുമാനപ്പെട്ട സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമക്കൊപ്പം സയ്യിദുൽ ഉലമ മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾക്കൊപ്പം അടിപതറാതെ അടിച്ചിതറാതെ അവസാനം വരെ നമ്മളാൽ കഴിയും വിധം തലമുറകളിലേക്ക് വെളിച്ച പ്രസന്നത്തിന്റെ ഭാഗമായി നമ്മൾ അടിയുറച്ചു നിൽക്കുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.